ഹലോ ഗായ്സ്, ഇന്ന് നമുക്കിവിടെ ഒരു പാൻ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട, 1 സ്പൂൺ വാനില എസൻസ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 2 കപ്പ് മൈദ, 2-3 ഏലക്ക. ഞാനൊരു 5-6 ഏലക്ക വെറുതെ ഭംഗിക്ക് വെച്ചിട്ടുള്ളൂ, മൊത്തം ഇടുന്നില്ല. അതിൽ തന്നെ മുട്ടയും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിന് ശേഷമാണ് വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ഏലക്ക, പിന്നെ 2 കപ്പ് മൈദ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേറെ ബൗളിലിട്ട് നമ്മൾ ഒഴിച്ചു വെക്കുകയാണ്. അതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം മാത്രം എടുത്താൽ മതി. എന്നാൽ ആ പാൻ കേക്കൊക്കെ ഒന്ന് സെറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഒരു തവി മാത്രമാണ് കോരി ഒഴിക്കത്തുള്ളൂ. ഒത്തിരി മാവ് നമ്മൾ കോരി ഒഴിക്കുന്നില്ല. അതൊന്ന് ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. നമ്മളത് മറിച്ചിടാൻ നോക്കുന്നതാണ്. 2 സൈഡും മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നത്. അത് അധികം നേരമൊന്നും വെക്കണ്ട. നമ്മൾ ആ ചെറു തീയിൽ തന്നെ ഉണ്ടാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ രണ്ടാമത്തത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ മേലെ കുറച്ച് തേൻ ഒഴിച്ചിട്ടുണ്ട്. തേൻ ഒഴിച്ചാണ് കഴിക്കുന്നത്. നമുക്ക് ഡെക്കറേഷനിൽ സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഞങ്ങൾക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. അതിൻ്റെ മേലെ ഞാനൊരു പാൻ കേക്കും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ തേൻ ഒഴിച്ചിട്ടാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള തേൻ ഒഴിക്കാം, മധുരം അനുസരിച്ച് കൂടുതലും കുറവ് ഒഴിക്കാം.